ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കരുതെന്ന് മധുരയിൽ നടക്കുന്ന CPIM 24-ാം പാർട്ടി കോൺഗ്രസിൽ പ്രമേയം. സമ്മേളനത്തിൽ പലസ്തീനായി ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. കരട് രാഷ്ട്രീയ പ്രമേയത്തിനും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനും മേലുള്ള പൊതുചർച്ച ഉടൻ പൂർത്തിയാകും. രാജേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രാജേന്ദ്രൻ, ഇന്ന് പൊതുചർച്ച പൂർത്തിയാകും. പ്രകാശ് കാരാട്ട് മറുപടി പറയും. ഒപ്പം പാർട്ടി കോൺഗ്രസിലെ ഇന്നത്തെ വിവരങ്ങൾ, വിശേഷങ്ങൾ. ഇന്ന് 3 പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി. പൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ളൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയം പാസ്സാക്കുന്നത് ദഫിയ എന്ന അവരുടെ നമുക്കെല്ലാവർക്കും അറിയാം, യാസർ രാഫത്തെല്ലാം തന്നെ തോളിലൂടെ ധരിച്ചിരുന്ന ദഫിയ എന്ന പലസ്തീൻ ജനതയുടെ ആ പരമ്പരാഗതമായ ഒരു വസ്ത്രമുണ്ട്. അത് ധരിച്ചുകൊണ്ടാണ് ഈ പ്രതിനിധികളെല്ലാം തന്നെ ആ പ്രമേയത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രമേയം പാസാക്കിയത്. അങ്ങനെ ദഫിയ ധരിച്ചുകൊണ്ട് CPM-ന്റെ സമ്മേളന പ്രതിനിധികൾ 24-ാം പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കണം. പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാണ്. സ്വതന്ത്ര പലസ്തീൻ രാജ്യം രൂപീകരിക്കണം. ഇസ്രായേലും അമേരിക്കയുമെല്ലാം നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കണം. അവിടെ സമാധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. ഈ ആവശ്യങ്ങളാണ് ഈ പ്രമേയത്തിലൂടെ മുന്നോട്ട് വെച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും നടപ്പിലാക്കരുത്. അത് രാജ്യത്തിൻ്റെ ബഹുസ്വരത പൂർണ്ണമായും തകർക്കും. അതൊരു ഏകാധിപത്യത്തിലേക്കുള്ള ഒരു ആദ്യ ചൂടുപടിയാണ്. അതുകൊണ്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കാനുള്ള എല്ലാ നീക്കങ്ങളും മോദി സർക്കാർ അവസാനിപ്പിക്കണം എന്നതാണ് ആവശ്യം. മറ്റൊരു പ്രമേയം ജാതി സെൻസസുമായി ബന്ധപ്പെട്ടായിരുന്നു. ജാതി സെൻസസ് നടപ്പിലാക്കണം, ജാതി സെൻസസ് നടത്തണം. ജാതി സെൻസസ് നടത്തിയാൽ മാത്രമേ രാജ്യത്തിൻ്റെ യഥാർത്ഥ സാമൂഹ്യ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. പല വിഭാഗങ്ങളിൽപ്പെട്ടവരും സാമൂഹ്യമായി ഇന്നും പിന്നാക്കാവസ്ഥ നേരിടുകയാണ്. ഇത് അവരുടെ പിന്നാക്കാവസ്ഥ, തൊഴിലില്ലായ്മ, അവരുടെ ഇടയിലുള്ള ദാരിദ്ര്യം ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം കൂടിയാണ്. ഇതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണമെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയേ തീരൂ. അത്തരമൊരാവശ്യവും ഈ പ്രമേയത്തിലൂടെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രധാനമായും നടന്നത് കരട് രാഷ്ട്രീയ പ്രമേയത്തിനും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിനും മേലുള്ള ചർച്ചയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആ ചർച്ച പൂർത്തിയായിരിക്കുന്നു എന്നാണ്. ഈ ചർച്ചയ്ക്കുള്ള മറുപടി പ്രകാശ് കാരാട്ട് നൽകും. ആ മറുപടിക്ക് ശേഷം ഒരുപാട് ഭേദഗതി നിർദ്ദേശങ്ങളെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ മറുപടിക്ക് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. നാളെ സംഘടനാ റിപ്പോർട്ടിന് മേലുള്ള വിശദമായ ചർച്ച നടക്കും. ശരി, രാജേന്ദ്രനാണ് ഇതുവരെയുള്ള പാർട്ടി കോൺഗ്രസിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്.